പുലിയാകാൻ പോയി എലി പോലെ വന്ന ഒരുപാട് പേരുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെ ബിഗ് ബാഷ് ലീഗിലെ അരങ്ങേറ്റം ഏറെക്കുറെ അങ്ങനെ വിശേഷിപ്പിക്കാം. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഷഹീൻ അഫ്രീദി, പാക് ക്രിക്കറ്റിലെ വമ്പൻ പേരുകാരൊക്കെ ബിഗ് ബാഷ് ലീഗിൽ അരങ്ങേറ്റത്തിനിറങ്ങി. ബ്രിസ്ബെൻ ഹീറ്റ്സ് ഇത്തവണ വലിയ പ്രതീക്ഷയോടെ ഇറക്കിയതാണ് ഷഹീൻ അഫ്രീദിയെ. ബ്രിസ്ബെനിലെ ഈ സീസണിലെ ആദ്യ സൈനിങ്ങും ഷഹീൻ അഫ്രീദിയുടേതായിരുന്നു. സൈനിങ്ങിന് ശേഷം ആദ്യ മത്സരത്തിന് മുന്നോടിയായി ഷഹീൻ അഫ്രീദി പറഞ്ഞു, BBL ലോകത്തെ ഏറ്റവും മികച്ച ലീഗാണ്. മികച്ച താരങ്ങളാണ് ഇവിടെയുള്ളത്. ഞങ്ങളുടെ ആദ്യ കളി റിസ്വാന്റെ ടീമിനെതിരെയാണ്. അദ്ദേഹം ഒരു വേൾഡ് ക്വാളിറ്റി പ്ലെയറാണ്. ബാബറും ലീഗിൽ കളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം നന്നായി അറിയാം. ഞങ്ങൾ മികച്ച ക്രിക്കറ്റ് കളിക്കാനാണ് ഇങ്ങോട്ടെത്തിയത്. പാകിസ്ഥാനിൽ നിന്നും ഏഷ്യയിൽ നിന്നുമുള്ള സപ്പോർട്ട് കിട്ടും. ഉൾട്ടയടിക്കുക എന്നൊക്കെ പറയും പോലെയായിരുന്നു കാര്യങ്ങൾ. താൻ ഉൾപ്പെടെ ഷഹീൻ അഫ്രീദി പറഞ്ഞ 3 താരങ്ങളുടെയും ബിഗ് ബാഷ് അരങ്ങേറ്റം വളരെ മോശമായിരുന്നു. അതിൽ തന്നെ ഷഹീൻ അഫ്രീദിയുടേതാകട്ടെ നാണം കെട്ട തുടക്കവും. അരങ്ങേറ്റത്തിനിറങ്ങിയ അഫ്രീദി ശരിക്ക് തല്ലുവാങ്ങിയെന്ന് മാത്രമല്ല, ഒടുക്കം അമ്പയറുടെ വിലക്കും പാക് താരം നേരിട്ടു. ഇന്നിംഗ്സിന്റെ 2ാം ഓവറിലാണ് ഷഹീൻ ആദ്യം പന്തെറിയാനെത്തിയത്. ആ ഓവറിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ വഴങ്ങിയത് 9 റൺസ്. പിന്നീട് താരമെത്തുന്നത് 13ാം ഓവർ എറിയാനാണ്. ആ ഓവറിൽ ടിം സിഫർട്ടും ഒലിവർ പീക്കും പാക് താരത്തെ തൂക്കി. 2 4ഉം 1 6ഉം സഹിതം 19 റൺസാണ് ആ ഓവറിൽ ഷഹീൻ വഴങ്ങിയത്. പിന്നീടെത്തിയത് 18ാം ഓവർ എറിയാൻ. ആദ്യ പന്തിൽ തന്നെ 6 വഴങ്ങി. പിന്നീട് 3 പന്തുകളിൽ തുടർച്ചയായി നോ ബോളുകൾ എറിഞ്ഞു. ഇതിൽ 2 പന്തുകൾ ബാറ്ററുടെ അരയ്ക്ക് മുകളിലൂടെ ഫുൾ ടോസ് ആയിരുന്നു. അപകടകരമായ 2 ബീമർ എറിഞ്ഞതിനാൽ ഫീൽഡ് അമ്പയർ ഇടപെട്ടു. ഓവർ പൂർത്തിയാക്കുന്നതിൽ നിന്ന് ഷഹീൻ അഫ്രീദിയെ വിലക്കുകയും ചെയ്തു. ഒടുക്കം ശേഷിച്ച 2 പന്തുകൾ ക്യാപ്റ്റൻ നദാൻ മക്സ്യൂനി തന്നെ എറിഞ്ഞു. അങ്ങനെ ബിഗ് ബാഷ് അരങ്ങേറ്റത്തിൽ പൂർത്തിയാവാത്ത സ്പെല്ലിൽ ഷഹീൻ അഫ്രീദിയുടെ ബൗളിംഗ് ഫിഗർ ഇപ്രകാരമായിരുന്നു: 2.4 ഓവർ, 43 റൺസ്, 0 വിക്കറ്റ്, 2 വൈഡ്, 3 നോ ബോൾ. ബാറ്റിംഗിനിറങ്ങിയപ്പോൾ 3 പന്ത് നേരിട്ട് 0-ന് പുറത്താകുകയും ചെയ്തു ഷഹീൻ അഫ്രീദി. മാത്രമല്ല, ആ മത്സരത്തിൽ അഫ്രീദിയുടെ ടീമായ ബ്രിസ്ബെൻ ഹീറ്റ്സ് മെൽബൺ റെനഗേറ്റ്സിനോട് തോൽക്കുകയും ചെയ്തു. ടിം സിഫർട്ടിന്റെ സെഞ്ചുറി മികവിൽ 14 റൺസിനായിരുന്നു റെനഗേറ്റ്സിന്റെ വിജയം. ടിം സിഫർട്ട് ഇതാദ്യമായല്ല അഫ്രീദിയെ തോക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന ന്യൂസിലൻഡ് പാകിസ്ഥാൻ 2020 പരമ്പരയ്ക്കിടെ ഷഹീന്റെ ഒരു ഓവറിൽ 4 സിക്സർ പായിച്ചിരുന്നു സിഫർട്ട്. അതിലൊരു സിക്സർ 119 മീറ്റർ ആയിരുന്നു. കരിയറിൽ ഇതുവരെ 2020-ൽ 92 പന്തുകളാണ് ഷഹീൻ സിഫർട്ടിനെതിരെ എറിഞ്ഞിട്ടുള്ളത്. അതിൽ 14 ബൗണ്ടറിയും 7 സിക്സറും സഹിതം 142 റൺസ് സിഫർട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഷഹീൻ അഫ്രീദി എതിരെ കളിച്ച മെൽബൺ റെനഗേറ്റ്സിന്റെ താരമാണ് മുഹമ്മദ് റിസ്വാൻ. 1 ഡൗണായി ഇറങ്ങിയ റിസ്വാൻ 10 പന്തിൽ നിന്ന് വെറും 4 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മത്സരത്തിന് മുൻപ് ഷഹീൻ അഫ്രീദിയെക്കുറിച്ച് റിസ്വാനോട് ചോദിക്കുന്നുണ്ട്. ഗ്രൗണ്ടിന് പുറത്തേക്ക് അവനെ ഞാൻ 6 അടിക്കുമെന്നായിരുന്നു റിസ്വാന്റെ വാക്ക്. അതിന് ഞാൻ അനുവദിക്കില്ലെന്ന് ഷഹീൻ മറുപടിയും നൽകി. രണ്ടും നടന്നില്ല. ബീമർ എറിഞ്ഞ് ഷഹീൻ അഫ്രീദിക്ക് ഓവർ തന്നെ മുഴുവനാക്കാൻ പറ്റിയില്ല. ഗ്രൗണ്ടിന് പുറത്തേക്ക് 6 അടിക്കാൻ വന്ന മുഹമ്മദ് റിസ്വാൻ ആകട്ടെ ആകെ നേരിട്ടത് 10 പന്ത്. അതിൽ തട്ടിമുട്ടി 4 റൺസും. പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ കൂടിയായ ബാബർ അസമിനും BBL അരങ്ങേറ്റം അത്ര നല്ലതായിരുന്നില്ല. സിഡ്നി സിക്സേഴ്സിന് വേണ്ടി ബാറ്റിംഗിനിറങ്ങിയ ബാബർ പെർത്ത് സ്കോച്ചേഴ്സിനെതിരെ 2 റൺസിന് പുറത്തായി. 5 പന്ത് മാത്രം നേരിട്ട ബാബറിന് അങ്ങനെ BBL അരങ്ങേറ്റം നിരാശയുടേതായി. ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയുമായി നടക്കുന്ന 2020 ലോകകപ്പിന് മുന്നോടിയായി കുട്ടി ക്രിക്കറ്റിൽ ഫോമിലെത്താനാണ് ബാബറും റിസ്വാനും ഷഹീനുമെല്ലാം ബിഗ് ബാഷ് ലീഗിലും ഒരു കൈ നോക്കാനെത്തിയത്. ഇവരെ കൂടാതെ ഹാരിസ് റൌഫ്, ഷദബ് ഖാൻ അടക്കമുള്ളവരും വിവിധ ഫ്രാഞ്ചൈസിക്കായി ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്നുണ്ട്. ബാബറിനും റിസ്വാനും ഏറെ നിർണായകമാണ് ബിഗ് ബാഷിലെ പെർഫോമൻസ്. 2020 ഫോർമാറ്റിലെ മോശം പ്രകടനത്തെ തുടർന്ന് ഏഷ്യ കപ്പിനുള്ള ടീമിൽ നിന്ന് പോലും മുൻ ക്യാപ്റ്റന്മാർ കൂടിയായ ഇരുവരെയും പുറത്താക്കിയിരുന്നു. ലോകകപ്പിന് മുൻപ് ഇനി ശ്രീലങ്കയ്ക്കെതിരായ 3 2020 മത്സരങ്ങൾ മാത്രമാണ് പാകിസ്ഥാനുള്ളത്. അതിനാൽ തന്നെ ബിഗ് ബാഷിലെ താരങ്ങളുടെ പ്രകടനം ക്രൂഷ്യലാണ്. എന്നാൽ കൊട്ടിഘോഷിച്ചെത്തിയ അരങ്ങേറ്റം തന്നെ പാളി. ലീഗിൽ മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം, കാവടി തുള്ളാൻ പോയി ട്രാജഡിയാകുമോ എന്ന്. അതോ ഒരു വൻ കംബാക്ക് നടത്തുമോ ഈ താരങ്ങൾ?